സോറി ഫോർ ദ ഡിലേ. അപ്പം ക്രിസ്തുയേശുവിലെ കൃപയാൽ ശക്തിപ്പെടാനും ഒരു ആഹ്വാനം നമ്മളിവിടെ കാണുന്നുണ്ട്. അതിനുശേഷം ക്രിസ്തുയേശുവിനായി ആ ഒരു ഭടനായിട്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക്, അപ്പം ഒരു ഭയം തോന്നുന്ന സിറ്റുവേഷനിലേക്കാണ് കൊണ്ടുവന്നത്. ശരിക്കും മരണത്തെ പോലും പേടിക്കരുതെന്ന് പറയുന്ന, മരണത്തെ പോലും അഭിമുഖീകരിക്കാൻ റെഡി ആയിരിക്കണമെന്ന് പറയുന്ന ഒരു കോളിങ്ങിലേക്ക് കൊണ്ടുപോവാണ് ഗ്രാജുവലി പൗലോസ് തിമോഥെയോസിനെ. പക്ഷേ അതിന് മുമ്പേ എന്ത് ചെയ്തു? ദൈവം നമ്മളെ പല കാര്യങ്ങളും ഉറപ്പിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. നമുക്ക് പോലും അത്ഭുതം തോന്നത്തക്കവണ്ണം എന്ത് ചെയ്യും? നമ്മളെ ആദ്യം ദൈവം ധൈര്യത്താലും ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ആശ്രയിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവം ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നത്. ഇപ്പൊ കർത്താവിന്റെ ഒരു വേല ചെയ്യാൻ, കർത്താവിന്റെ ഒരു പണി പൂർത്തീകരിക്കാൻ, അവന്റെ രാജ്യത്തിന്റെ പണിക്ക് വേണ്ടി എന്ത് ചെയ്യും? അവന്റെ റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സ് ഒരിക്കലും മറ്റിപ്പോകുന്നില്ല. കർത്താവിന്റെ റിസോഴ്സസ് നമ്മൾ പണിയാനാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. റിസോഴ്സസ് ഇല്ലെങ്കിൽ പണിയണ്ട, അത്രേ ഉള്ളൂ. കർത്താവാണ് റിസോഴ്സ് ഒരുക്കുന്നത്. ധൈര്യത്തിന് വേണ്ട ധൈര്യം, അല്ലെ? ആ ഒരു എന്താ പറയുന്നത്, ആ കൃപയ്ക്ക് വേണ്ടത് കൃപ, എല്ലാം കർത്താവിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്. കാരണം ഇത് അവന്റെ പണിയാണ്. ഒരിക്കലും നമ്മുടെ പണിയായിട്ട് നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ അകത്ത് നമുക്ക് ഭാരം ഉണ്ടാകുന്നത്. കർത്താവിന്റെ പണിക്ക് കർത്താവിന്റെ കരത്തിൽ ധാരാളം റിസോഴ്സസ് ഉണ്ട്. സ്തോത്രം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അപ്പം ആ ഒരു കമാൻഡറിന്റെ ഇഷ്ടപ്രകാരം നീങ്ങേണ്ടതിന് ഏതൊരു സോൾജിയർ എന്ത് ചെയ്യും? കമാൻഡറുടെ ഇഷ്ടം മാത്രമാണ് അവന്റെ ചെവിയിൽ മുഴങ്ങുന്നത്. ഒരു പക്ഷെങ്കിൽ തന്റെ കുടുംബത്തെക്കുറിച്ച് ഒത്തിരി ഭാരമായിട്ടായിരിക്കും അദ്ദേഹം ഒരു പടക്കളത്തിൽ നിൽക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ എന്തായിരിക്കും? ആ കമാൻഡറിന്റെ അവിടുന്ന് ലഭിക്കുന്ന ശബ്ദ സന്ദേശത്തിനായിരിക്കും. ഇതുപോലെയാണ് കർത്താവിന്റെ പേരിൽ എന്താണ്? ജീവന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഭാരമില്ലാതെ, അല്ലെ, ജീവന കാര്യങ്ങളെ പുറകിൽ വെച്ചിട്ട്, ഇപ്പം ഒരു മാനുഷികമായി പറഞ്ഞ കമാൻഡറിന് ഒരു പടയാളിയുടെ ജീവിതത്തെ പറ്റിയുള്ള ജീവന കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ ആത്മീയമായി ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾ പുറകിൽ എറിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ പുറകിൽ ഇട്ടേച്ചോടുന്ന ജീവന കാര്യങ്ങളെ പറ്റി കർത്താവ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ഈ ഒരു വേലയെ സംബന്ധിച്ച്. അത് കർത്താവ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും. ആ മുന്നോട്ടുള്ള പ്രിസ്വേഷൻ തരികയാണ്. പുറകെ നിങ്ങൾ ഇടുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള കർത്താവിന്റെ ആ കമാൻഡറിന്റെ ശബ്ദവും എന്ത് ചെയ്യാണ്? ഇനി എന്റെ കമാൻഡർ, അല്ലെ, എന്നെ വിളിച്ചവൻ, എന്റെ യജമാനൻ എന്ത് എന്നെ കുറിച്ച് ഏൽപ്പിച്ചിരിക്കുന്നോ അത് ചെയ്യാനുള്ള ഒരൊറ്റ കോൺസെൻട്രേഷനിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കർത്താവിന്റെ വേലയിലോട് ഇറങ്ങാൻ തിരിക്കുന്ന ഒരു വ്യക്തി ജീവന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആകുലതയിൽ ജയിച്ചൊരു വ്യക്തിയായിരിക്കണം. ഈ പറയുന്ന എനിക്ക് പോലും ഇതിൻ്റെ അകത്ത് ജയിക്കേണ്ട മേഖലകളുണ്ട്. പക്ഷെ ഞാൻ കൃപയിൽ ആശ്രയിക്കുകയാണ്. എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ചിന്ത ഉണ്ടാകേണ്ട ഒരു കേപ്പബിലിറ്റി എൻ്റെ അകത്തില്ല. ഞാൻ ഭയമുള്ളവനാണ്, അല്ലെ, ഞാനും ആകുലതയുള്ള വ്യക്തിയാണ്. നിങ്ങളിൽ ആരെക്കാളും ആകുലതയുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെങ്കിൽ 2-ാം അധ്യായത്തിന് 1-ാം വാക്യം എന്നെ ബലപ്പെടുത്തുകയാണ്. ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ഇതിനു വേണ്ടി ഇറങ്ങാൻ, ആകുലതയെ ജയിച്ചിറങ്ങാൻ, ഭയത്തെ ജയിച്ചിറങ്ങാൻ ഒരു ദൈവശക്തി ഇരിപ്പുണ്ട്. അപ്പൊ ആ കോളിങ്ങിന്റെ അകത്ത് എന്തുണ്ട്? ഈ എല്ലാ പാക്കേജുകളോടും കൂടിയാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു വേലക്കാരന്റെ ഒരു ക്യാരക്ടർ എന്താണ്? ജീവന കാര്യങ്ങളെ കുറിച്ചുള്ള ഇടപെടലുകൾ ഒഴിവാക്കിയിട്ട് പൗലോസ് ഇറങ്ങി ഓടിയതുപോലെ ആ കൃപയിൽ ആശ്രയിച്ച് ഓടുവാൻ തക്കൊണ്ട് എന്ത് ചെയ്യാം? കാരണം ഇങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ ഓട്ടക്കാരന്റെ, അല്ലെങ്കിൽ ആ പടം നയിക്കുന്ന വ്യക്തിയുടെ ആ ഒരു മിനിസ്ട്രിയിൽ സ്ലോനെസ് ഉണ്ടാകും. അദ്ദേഹം എപ്പോഴും പുറകോട്ട് പോകാം എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ ഏതൊരു വ്യക്തിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതെ ആ പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം എന്നൊരൊറ്റ ചിന്ത, ദൈവത്തിന്റെ മഹത്വം മാത്രമാണ് എന്റെ ലക്ഷ്യം എന്നൊരൊറ്റ ചിന്തയിൽ പോകുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? അതെല്ലാം മറന്നുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പോരാടാൻ കഴിയും. ഇനി മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അപ്പൊ ഇതിന്റെ അകത്തൊരു ശുശ്രൂഷ നയിക്കേണ്ടതായിട്ടുള്ളൊരു വേ ഓഫ് ലൈഫ് ഉണ്ട്, വേ ഓഫ് മിനിസ്ട്രി ഉണ്ട്. അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ മറ്റു പല എപ്പിസോഡ്സ് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത് ചുമ്മാ കെട്ടഴിച്ച് വിടുന്നൊരു പണിയല്ല. പ്രത്യേകിച്ച് എപ്പിസോഡ്സ് ഇങ്ങനെ ഇടയലേഖനങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്തോത്രം. കാരണം ഇത് മൾട്ടിപ്പിൾ ആൾക്കാരെ ഫേസ് ചെയ്യുന്നത് കൊണ്ട് അത് പേഴ്സണൽ ലൈഫിലും മിനിസ്ട്രിയിലും നമ്മൾ പഠിപ്പിക്കുന്ന ഉപദേശത്തിന്റെ സംഗ്രഹത്തിലും എല്ലാം ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നമുക്കറിയാം, നല്ല ഓട്ടം ഓടിയിട്ട് ആ ട്രാക്ക് തെറ്റിപ്പോയിട്ട് ബിരുദ പ്രാപിക്കാതെ പോയ വ്യക്തികളെ നമുക്കറിയാം, അല്ലെ? എന്ന് വെച്ച പോലെ ഓഡിയോ എന്നുള്ളതല്ല ഒരു കാര്യം, ഏത് ട്രാക്കിലൂടെയാണ് ഓടിയതും എന്നുള്ളൊരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം വേല തികയ്ക്കുന്നതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് ഏൽപ്പിച്ച ആ ഒരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിലൂടെ മാത്രമേ ഓടാവുള്ളൂ. അതിനാണ് ദൈവം നമുക്ക് ആ കൃപ തന്നിരിക്കുന്നത്. ആ ട്രാക്കിലൂടെ ഓടാനുള്ള കൃപയാണ് തന്നിരിക്കുന്നത്. ആ ട്രാക്ക് വിട്ട് വെളിയിൽ പോയിട്ടിട്ട് ദൈവകൃപയെ അപമാനിച്ചിട്ട് കാര്യമില്ല. ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നത് അതിനുള്ള കൃപയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ദുർനടപ്പ് വിട്ട് ഓടുവീൻ എന്നുള്ള ട്രാക്കിലേക്കാണ് വിളിച്ചേക്കുന്നത്. അപ്പം ദുർനടപ്പ് വിട്ട് ഓടാനുള്ള കൃപയാണ് ആ ട്രാക്കിലുള്ളത്, അല്ലെ? അപ്പം
യൗവനമോഹങ്ങളെ വിട്ട് ഓടുകയും എന്നിട്ട് അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ദൈവകൃപ വ്യാപരിക്കുന്ന ആ മോഹങ്ങളെ ജയിക്കാനുള്ള കൃപയാണ്. അതിന് അത് എന്നാൽ ദൈവകൃപയെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെ നമ്മൾ എന്ത് ചെയ്യരുത്? ആ ട്രാക്കിനെ വിടരുത്. ദൈവകൃപ ഉണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് ആ ട്രാക്കിന്റെ ഔട്ട്സൈഡിൽ പോയി ദൈവകൃപയെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കരുത്. സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആ ട്രാക്കിന്റെ ഒരു പ്രാധാന്യത? ദൈവകൃപ എങ്ങോട്ടാണ് വർക്ക് ചെയ്യുന്നത്? ദൈവം വിളിച്ച ആ ട്രാക്കിൽ മാത്രമാണ് ദൈവകൃപ വർക്ക് ചെയ്യുന്നത്. ആ വേല തികയ്ക്കാനാണ് ദൈവകൃപ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ട്രാക്കിന്റെ വാണിംഗ് സിമ്പലുകൾ എവിടെയൊക്കെ പോകാം, എങ്ങനെയൊക്കെ നിൽക്കാം, എങ്ങനെയൊക്കെ ഇടപെടണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വചനം എന്തെല്ലാം കാര്യങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ടോ അത് പത്യോപദേശത്തിന്റെ ഭാഗമാണ്. അത് അത് മനുഷ്യനാൽ അസാധ്യമായിട്ടൊരു കാര്യമാണ്. അത് യേശു ഓടിയതുപോലെ ഓടാനുള്ള ഓട്ടത്തിനുള്ള ഒരു ട്രാക്കായിരുന്നു. യേശുവിന് മാത്രം ഓടാൻ കഴിയുന്ന ഒരു ട്രാക്കാണ്. അതില് അതിൻ്റെ അകത്ത് വാണിംഗ് സിമ്പലുകളെ, അതിൻ്റെ അകത്തെ ലിമിറ്റേഷൻ, അതിന്റെ ബൗണ്ടറീസിനെ എന്ത് ചെയ്യരുത്? നമ്മൾ ലഘുവായിട്ട് കാണരുത്. ആ ബൗണ്ടറീസിനെ സീരിയസ് ആയിട്ട് തന്നെ കാണണം. പ്രത്യേകിച്ച് ഒരു ശുശ്രൂഷകൻ സീരിയസ് ആയിട്ട് കാണും. ശരിക്കും ആ ശുശ്രൂഷയുടെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയാണ്, ആ സീരിയസ്നെസ് കാണിക്കാൻ വേണ്ടിയാണ് ഒരു പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു പഠനായിട്ട് പൗലോസ് ഇതിന്റെ ബൈബിളിട്ട് കാണിക്കുന്നത്. സ്തോത്രം. അപ്പൊ കിരീടം പ്രാപിക്കാൻ വേണ്ടിയാണ് ഓടുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അവന്റെ ഇഷ്ടം മാത്രം നോക്കുക, അവന്റെ മഹത്വം മാത്രം നോക്കുക. സ്തോത്രം. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിൽ നിനക്ക് ബുദ്ധി നൽകുമല്ലോ. അപ്പം ശരിക്കും ഒരു ഒരു അധ്വാനം ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ അതിന്റെ ഫലം അനുഭവിക്കുമ്പോൾ അത് വിൽക്കുന്നതിന് മുമ്പ് ആദ്യം താൻ തന്നെയാണ് അത് അനുഭവിക്കുന്നത്. അപ്പം ശരിക്കും അധ്വാനത്തിന്റെ പ്രയോജനത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഇതൊരു ശരിക്കും അധ്വാനിക്കേണ്ട ഒരു ഫീൽഡാണ് അല്ലെ? ഇവിടെ കൃഷിക്കാരൻ എന്ന ഉപമ എടുത്ത് കാണിക്കുന്നത്. ആ അധ്വാനിക്കുന്ന ഫീൽഡിൽ എന്ത് ചെയ്യാം? ആ ഫലം അനുഭവിക്കാം. ആ ദൈവം വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തൊരു ഫലമുണ്ട്. ഇങ്ങനെ ഈ വേല ചെയ്യുന്നതിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു സമാധാനവും ആ സന്തോഷവും ദൈവം തരാൻ പോകുന്ന ആ വാഗ്ദത്തങ്ങളും കിരീടങ്ങളും എല്ലാം ഇതിനകത്തെ ഫലമാണ്. അപ്പൊ അധ്വാനിക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യും? ആദ്യം ഇത് അനുഭവിക്കത്തക്ക വണ്ണം ദൈവം അത് വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പം ഇത് ചിന്തിച്ചുകൊണ്ട് ഓടാനേ പറയും. ഏത്? ഈ അധ്വാനത്തിന് ഒരു ഫലമുണ്ട് അല്ലെ? കർത്താവ് തികച്ചെടുക്കുന്ന ഒരു റിസൾട്ട് ഇതിന്റെ അകത്തുണ്ട്. ആ റിസൾട്ട് യേശു പോലും ആ ക്രൂശിൽ കിടന്ന വേദന അനുഭവിക്കുമ്പോൾ മറുവശത്ത് കണ്ടൊരു റിസൾട്ട് ഉണ്ട്. ഒരു സന്തതി അവനെ സേവിക്കും, വരുവാനുള്ള തലമുറ അവന്റെ നീതിയെ വർണ്ണിക്കും. അതാണ് ആ റിസൾട്ട്. ആ റിസൾട്ട് കണ്ടിട്ടാണ് എന്ത് ചെയ്തത്? അവനെ വേദന എല്ലാം സഹിച്ചത്, അവൻ അപമാനം അലക്ഷ്യമാക്കിയത്. എന്ന് വെച്ചപോലെ നമുക്ക് ആ റിസൾട്ടിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാക്കണം. ഞാൻ ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്ന ഒരു പോരാട്ടം അല്ലത്. ഇതിന്റെ അകത്ത് ഒരു റിട്ടേൺ ബാക്ക് ഉണ്ട്. ഇതിന്റെ അകത്തൊരു പ്രതിഫലമുണ്ട്. എന്താണ് ആ പ്രതിഫലം? ഒന്നാമത് ദൈവത്തിന് മഹത്വം ഉണ്ടാകും. 2 എനിക്ക് അവനോടുള്ള കൂട്ടായ്മ, വിശ്വസിക്കുന്നതിനുള്ള സന്തോഷം, സമാധാനം, പിന്നെ ആത്മാക്കളെ നേടുന്നതിനുള്ള ആ ഒരു പ്രിവിലേജ്, കർത്താവിന്റെ വേല. കർത്താവിന് ഒരിക്കലും എന്റെ ആവശ്യമില്ല ഒരു വ്യക്തി രക്ഷിക്കപ്പെടുത്താൻ, പക്ഷെ കർത്താവ് ഇഷ്ടപ്പെടുകയാണ് എന്നിലൂടെ അത് ചെയ്തെടുക്കണോ അല്ലെ? ഇപ്പോൾ ഇന്ത്യ പ്രസിഡന്റ് ഒരു കാര്യം ചെയ്തെടുക്കാൻ, നേരിട്ട് ചെയ്തെടുക്കാൻ ഒരു അധികാരമുണ്ട്. പക്ഷെ അദ്ദേഹം എന്നെ പോലൊരു ബലഹീനനായ വ്യക്തി വിളിച്ചിട്ട് അത് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് എന്തൊരു പ്രിവിലേജ് ഫീൽ ആയിരിക്കും അല്ലെ? അദ്ദേഹത്തിന് അത് നേരിട്ട് ചെയ്യാമല്ലോ, എന്നിട്ടും എന്നെ വിളിച്ചിട്ട് അത് ചെയ്യിപ്പിക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു റെവറൻഷ്യൽ ഫീലിംഗ് നമുക്കുണ്ടാവും. അപ്പൊ കർത്താവിന് ഏത് വ്യക്തിയെ രക്ഷിക്കാൻ ഡയറക്റ്റ് ഇറങ്ങി ദൈവത്തിന് രക്ഷിക്കാൻ കഴിയും, നമ്മുടെ ആവശ്യമില്ല. പക്ഷെങ്കിൽ കർത്താവ് എന്ത് ചെയ്യുന്നത്? നമ്മളെപ്പോലുള്ള ബലഹീനമായിട്ടുള്ള മൺപാത്രങ്ങളിലാണ് ഈ ശക്തി വളർന്നു നിൽക്കുന്നത്. ദൈവത്തിന്റെ ശക്തി ഡയറക്റ്റ്ലി ഉപയോഗിക്കും. പക്ഷെ നമ്മളെപ്പോലുള്ള മൺപാത്രങ്ങൾ ഈ ശക്തി വളർന്നിട്ട് പറയണം നീ പോയി ഇത് ഉപയോഗിക്കാൻ പറയും. അപ്പൊ എന്തൊരു പ്രിവിലേജ് ഫീൽ അല്ലേ? കർത്താവ് നിശ്ചയിച്ച രക്ഷ കർത്താവിന് ചെയ്തെടുക്കാൻ കഴിയുമെങ്കിലും ദൈവം അത് നേരിട്ട് ചെയ്യാതെ നമ്മളെപ്പോലുള്ള ബലഹീനന്മാരിൽ കൂടെ ഇത് തികയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു പ്രിവിലേജ്ഡ് ഫീൽ ആയിട്ടാണ് നമ്മളത് കൈക്കൊള്ളേണ്ടത്. സ്വന്തം എത്ര മനോഹരമായിട്ടാണ് എന്നിട്ട് അതിന്റെ പ്രതിഫലവും കർത്താവ് നമുക്ക് തരുവായി. ശരിക്കും കർത്താവ് നിർണയിച്ച കാര്യം കർത്താവിന്റെ റിസോഴ്സസിൽ കർത്താവ് ചെയ്ത് ആ റിസൾട്ട് കാണുന്നു. പക്ഷെങ്കിൽ അതിന്റെ അകത്ത് കർത്താവ് നമുക്ക് ഒരു അപ്പൻ മകനൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ അല്ലെ? അപ്പനാണ് ഇതെല്ലാം ചെയ്തെടുത്തതെങ്കിലും ആ മകന്റെ ഉള്ള സ്നേഹത്തിൽ അവന് ഗിഫ്റ്റ് കൊടുക്കുന്നില്ല. പ്രതിഫലത്തിൽ ഒരു പങ്കാളിത്തം കർത്താവ് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. സ്തോത്രം. ദാവീദിന്റെ എന്താണ് ഈ സുവിശേഷം എന്താണ് എന്നുള്ള അടുത്ത കാര്യം. അപ്പൊ ഈ അധ്വാനിക്കുന്ന ഈ ഫീൽഡില്, ഈ വയലില് സുവിശേഷത്തിന്റെ ഒരു വേലയാണല്ലോ ഇവിടെ പഠിപ്പിച്ചു വരുന്നത്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയെ ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇന്ന് നമ്മൾ ചിന്തിച്ച പോലെ സുവിശേഷം എന്ന് പറയുന്ന ഒരു ആദർശമല്ല, ഏതാനും ചില പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് അല്ല, ചില സെറ്റ് ഓഫ് റൂൾസ് അല്ല, ഒരു ജീവിതം മാറ്റിയെടുക്കാനുള്ളൊരു ഒരു മോട്ടിവേഷണൽ തിയോളജി അല്ലത്. ഇത് ശരിക്കും എന്താണ്? ഒരു വ്യക്തിയാണ്. സുവിശേഷം എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിലാണ്. ആ വ്യക്തി എന്താണ് ചെയ്തത്? അവൻ ജനിച്ചു, അവൻ മരിച്ചു,
അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ 3 കാര്യം, ആ വ്യക്തി ചെയ്ത 3 കാര്യമാണ് സുവിശേഷം. അവൻ ജനിച്ചതിൽ എന്താണ്? വചനം ജഡമായി തീർന്ന ആ ഒരു കാര്യം. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി. അവൻ മരിച്ചപ്പോൾ എന്നെ വഹിച്ചുകൊണ്ട് മരിച്ചു. അവൻ ഉയർത്തപ്പോൾ എന്നെ വഹിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സുവിശേഷം. വളരെ പ്ലെയിൻ ആയിട്ടാണ് സുവിശേഷം കിടക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച പോലെ നമ്മുടെ മാനുഷികമായിട്ട് കവർ ലെറ്റർ സുവിശേഷം ആവശ്യമില്ല. നമ്മളൊരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ എന്താണ് പറയുന്നത്? നിനക്ക് വേണ്ടി ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. നിന്നെ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ചു. നിന്റെ കർമ്മ നിനക്ക് വരത്തില്ല, അത് ഓൾറെഡി ക്രിസ്തുവിൻ്റെമാരായി. ഇനി അവന്റെ മഹത്വം, അവന്റെ നീതി ഇനി നിനക്കാണ്. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു. നീ അധ്വാനിച്ചിട്ടില്ലാത്ത നീതി നിനക്ക് ലഭിക്കേണ്ടതിന്, നീ അധ്വാനിച്ചിട്ടില്ലാത്ത നന്മയും ദൈവത്തോടുള്ള സമാധാനവും നിനക്ക് ലഭിക്കേണ്ടതിന് അവൻ ജനിച്ചു, അവൻ മരിച്ചു, അവൻ ഉയർത്തു. ഈ ട്രൈഫോൾഡ് കാര്യം, ക്രിസ്തു ജനിച്ചു, ക്രിസ്തു മരിച്ചു, ക്രിസ്തു ഉയർത്തു, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും വളരെ പ്ലെയിൻ ആയിട്ടാണ് സുവിശേഷം കിടക്കുന്നത്. ക്രിസ്തു എന്ന വ്യക്തിയിൽ സുവിശേഷം പൂർണ്ണമായിട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതാകുന്നു എന്റെ സുവിശേഷം. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഇത് വിശദീകരിക്കാം. ഇതിന്റെ അകത്ത് ക്രിസ്തു ജനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, ഉയർത്തപ്പോൾ എന്ത് സംഭവിച്ചു, ദൈവത്തിന്റെ അകത്ത് എന്തൊക്കെ പറ്റി, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സർക്കിൾ വരച്ചു കഴിയുമ്പോൾ ആ സർക്കിളിലെ ഓരോ പോയിന്റും ആ സർക്കിളിന്റെ സെന്ററിനോട്, ആ റേഡിയസിനോട് ഒരേ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, അല്ലേ? എന്ന് വെച്ച പോലെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ആഡപ്പ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെങ്കിൽ യേശുക്രിസ്തു എന്ന ഒറ്റ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യരുത്? ദൂരേക്ക് പോകരുത്. എല്ലാ പോയിന്റുകളും ക്രിസ്തു എന്ന, ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന പോയിന്റിനോട് ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പൊ സുവിശേഷം പറയുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകരുത്, അല്ലെ? ഏത് കാര്യം പറഞ്ഞാലും, പഴയ നിയമത്തിലൊരു സംഭവം എടുത്ത് പറഞ്ഞാലും, അല്ലെ, നമ്മൾ ഉപമകളായിട്ട് സുവിശേഷം പറഞ്ഞാലും, ഏത് കാര്യം പറഞ്ഞാലും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ആയിരിക്കണം അതിന്റെ അകത്തെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അതിന്റെ അകലേക്ക് പോകുന്തോറും സുവിശേഷത്തിന്റെ ശക്തി പറയും, അല്ലെ? സുവിശേഷത്തിന്റെ ശക്തി അപ്ലൈഡ് ആകുന്നത് യേശു ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിലാണ്. സ്തോത്രം. അപ്പം നമ്മൾ ഒരിക്കലും സുവിശേഷത്തെ ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് മനുഷ്യനെ കൂടെ സമ്മതിപ്പിക്കാൻ വേണ്ടി വേറൊരു കവർ ലെറ്റർ ഇതിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല. പ്ലെയിൻ ആയിട്ട് സുവിശേഷം പറയുക എന്നുള്ളത്. സ്തോത്രം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു, ദൈവവചനത്തിനോ ബന്ധനമില്ല. അപ്പൊ ഈ ഒരു സുവിശേഷം അറിയിക്കുന്നത് ശരിക്കും പെർസിക്യൂഷനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അത് ലോകത്തിലും ശരിക്കൊരു ഫിസിക്കൽ പെർസിക്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ സഭയ്ക്കകത്തും അല്ലെങ്കിൽ മനുഷ്യരോട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് ഒരു പെർസിക്യൂഷൻ ഉണ്ട്. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം പറയുന്നതാണ് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഞാനും മറ്റ് പല ബന്ധക്കോസ് ചർച്ചകളിലും മെസ്സേജ് എടുക്കുന്നുണ്ട്. ഈ ആൾക്കാരുടെ അകത്തുണ്ടാകുന്ന ആ ഒരു റിഫ്ലക്ഷൻ, നമ്മൾ യേശു ക്രിസ്തുവിനെ പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന, ശശി ബ്രദർക്ക് വീട്ടിൽ പോകണ്ടല്ലോ, അദ്ദേഹം എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ റിഫ്ലക്ഷൻ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, എന്റെ വിഷയത്തിലും ഇറങ്ങി വരുന്ന ദൈവം എന്നുള്ള സെന്റർ പോയിന്റിൽ നിന്നും ഒരു മനുഷ്യനെ എടുത്ത് ക്രിസ്തു മാത്രം എന്നുള്ള ഫോക്കസിലേക്ക് വരുത്തി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, അല്ലെ? യേശു ക്രിസ്തുവിനോടുള്ള ആ ഒരു വിരോധമാണ് എല്ലാ കാലത്തും മനുഷ്യനിലുള്ളത്. യേശു ക്രിസ്തുവിനെ സെന്റർ പോയിന്റ് ആക്കുന്ന, ക്രൈസ്റ്റ് എലോൺ, ദൈവത്തിന് മാത്രം മഹത്വം വരുത്തുന്ന ആ ഒരു കാര്യത്തെ വിളിച്ചു പറയുമ്പോൾ എപ്പോഴും മനുഷ്യൻ്റെ അകത്ത് ഒരു വിരോധമുണ്ട്, അല്ലെ? അപ്പം ഇങ്ങനെയുള്ള ചർച്ചകൾ മെസ്സേജ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും മനുഷ്യന്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ്. കാരണം ക്രിസ്തു മാത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അപ്പൊ ഞാനല്ല, ക്രിസ്തു മാത്രമാണ്, എന്റെ നന്മയല്ല, ദൈവത്തിന് മഹത്വം മാത്രമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മനുഷ്യൻ അത് ഇഷ്ടപ്പെടത്തില്ല. ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജഡത്തിൽ എന്തെങ്കിലും നേടിയെടുത്ത് സുമുഖനാകാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, അല്ലെ? അതാണ് ഈ കഠിന വാക്കെന്ന് പറഞ്ഞുകൊണ്ട് അവര് യേശുവിനെ കല്ലെറിയാൻ തുടങ്ങിയത്. കാരണം ജഡത്തിന്റെ ഒരു കൂമ്പാരം പണിത് വെച്ചിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിന്റെ അകത്ത് സുമുഖം കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ നടുവിൽ ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ക്രിസ്തു മാത്രമാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ അകത്തൊരു പെർസിക്യൂഷൻ ഉണ്ട്. അപ്പം സഭയ്ക്കകത്ത് തന്നെ പെർസിക്യൂഷൻ ഉണ്ടെങ്കിൽ സഭയ്ക്ക് വെളിയിൽ എന്തായിരിക്കും? അതാണ് പൗലോസ് പറയുന്നത്. അത് ഞാൻ അതിന്റെ പേരിൽ ചങ്ങല ധരിക്കുകയാണ്, അല്ലെ? അത് പറഞ്ഞതിന്റെ ഒറ്റ പേര്, ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ, അല്ലെ? ഒരു കൊലപാതകം ചെയ്ത വ്യക്തി പോലെ, അല്ലെ വ്യഭിചാരം ചെയ്ത വ്യക്തി പോലെ, രാജ്യത്തിലെ നിയമം ലംഘിച്ചൊരു വ്യക്തി പോലെ ഞാൻ എന്ത് ചെയ്യാണ്? യേശുവിനെ പറ്റി പറഞ്ഞു. യേശു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്ലെയിൻ സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ എന്ത് ചെയ്യാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. യഹൂദ മതാനുസാരിയായിരുന്ന പൗലോസ് ആ വളരെ കർക്കശ്യമായിട്ടുള്ള നിയമങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം നല്ല നിയമങ്ങളായിരുന്നു, അല്ലെ? അന്നത്തെ തലമുറയിൽ സമപ്രായക്കാരെക്കാൾ അധികമായിട്ട് യഹൂദന്മാരിൽ മുതിർന്ന ഒരു വ്യക്തിയാണ്.
ഒരു ഡീസന്റ് ലൈഫായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റി പറയാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്തത്? ശരിക്കും ഒരു വിരോധം പൗലോസിനുണ്ടായത്, അല്ല യഹൂദന്മാരിൽ നിന്നൊക്കെ ഉണ്ടായത്. അപ്പൊ ഒരു പാപം ചെയ്തിട്ടല്ല അവൻ ഉപദ്രവം അനുഭവിക്കുന്നത്. ശരിക്കും യേശുവിന്റെ നീതിയെ പറഞ്ഞതിന്റെ പേരിലാണ് ഉപദ്രവം അനുഭവിക്കുന്നത്. യേശുവിന്റെ നീതിയെ ഘോഷിച്ചതിന്റെ പേരിലാണ് ഉപദ്രവം. അതുകൊണ്ടാണ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഭാഗ്യം എന്ന് പറയുന്നത്. ഒന്ന് ഇത് ചിന്തിച്ചു നോക്കുക, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമോ? സമൂഹത്തിൽ ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരെ ഉപദ്രവിക്കപ്പെടുന്നെന്ന് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നീതിയെ, യേശുവിന്റെ നീതിയെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ നമ്മൾ ഒറ്റപ്പെടാൻ തുടങ്ങും. മനുഷ്യന്റെ നീതിയെ അത് എന്റെ നീതിയാണെങ്കിൽ പോലും മനുഷ്യന്റെ നീതിയെ ഉയർത്തി പറയാൻ തുടങ്ങിയാൽ നമുക്ക് ആരാധകരുണ്ടാകും, നമുക്ക് ഫാൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ 10 പേരും ഉണ്ടാകും. പക്ഷെ മനുഷ്യന്റെ നീതി ഒന്നിനും ഉപകരിക്കുന്നില്ല, യേശുവിന്റെ നീതി മാത്രം. ക്രൈസ്റ്റ് എലോൺ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് വിരോധം, നമ്മൾ എന്താ പറയുന്ന ഒരു ലൈറ്റിന്റെ മുമ്പിൽ ഈച്ച കൂടുന്ന പോലെ എന്ത് ചെയ്യും? വിരോധങ്ങൾ പല മൾട്ടിപ്പിൾ സ്ഥലത്ത് വന്നു. സ്വന്തം കുടുംബം മുതൽ, കൂട്ടുകാർ മുതൽ, നമ്മളെ അറിയാത്ത ആൾക്കാർ വരെ എന്ത് ചെയ്യും? നമ്മളോടുള്ള വിരോധം വർദ്ധിച്ചു വരികയും. അത് എക്കാലത്തും ഉള്ള സുവിശേഷത്തിന്റെ പേരിലുള്ള കഷ്ടതയാണ്. അത് നമ്മൾക്കൊരു അവഗണിക്കാൻ കഴിയത്തില്ല. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തോണം. അപ്പം അത് നമുക്കൊരു അപൂർവ കാര്യം സംഭവിച്ചു പോയെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ വിഷമിച്ചിരിക്കരുത്. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തോണം. പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ഇറങ്ങുന്നവർ ഇങ്ങനൊരു വിരോധം എക്സ്പെക്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിഷമിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു വിരോധം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വേണം ഈ സത്യസുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ. സ്തോത്രം. നോക്കിയേ, പക്ഷെങ്കിൽ ദൈവവചനത്തിനോ ബന്ധനമില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ പൗലോസ് ഈ തിമത്യോസിന് ഒരു ലേഖനം എഴുതാതെ, പൗലോസ് ജയിലിൽ അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? തിമത്യോസിനെ പോയി നേരിട്ട് കണ്ടിട്ട് ഇതെല്ലാം പറഞ്ഞേനെ. പക്ഷെ പൗലോസിന് ചങ്ങല ഉണ്ടായത് കൊണ്ടാണ് തിമത്യോസിനോട് പറയേണ്ട കാര്യം നമ്മളൂടെ ഇത് അറിഞ്ഞത്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പൗലോസിനെ തടവറയും ചങ്ങലയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പൗലോസ് ചിലപ്പോൾ ഒരുപക്ഷെ നേരിട്ട് പോയി തിമത്യോസിനെ ഇതെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലേഖനം എഴുതപ്പെടത്തില്ലായിരുന്നല്ലോ. പക്ഷെ ഇങ്ങനെ ചങ്ങല ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തു? നമുക്കും ഇന്ന് ഇരുന്നുകൊണ്ട് സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ചും ഈ പത്യോപദേശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമുക്കും ഈ ഒരു ലേഖനത്തിൽ എഴുതപ്പെട്ടതിലൂടെ നമുക്കിത് പഠിക്കാനും അറിയാനും പറ്റി. നോക്കിയേ, അവിടെയാണ് ദൈവവചനത്തിൽ ബന്ധനമില്ല എന്ന് പറയുന്നത്. കാരണം എത്രത്തോളം ഈ ദൈവവചനം എന്ന വിത്തിനെ പ്രഷർ ചെയ്യാൻ നോക്കുന്നോ, ഇത് പറയുന്ന വ്യക്തികളെ പ്രഷർ ചെയ്യും, പറയുന്ന വ്യക്തികളെ ചങ്ങലക്കിടും, അത്രത്തോളം എന്ത് ചെയ്യും? ഇതിന് ഫലം ഉണ്ടാവുക ചെയ്യുന്നത്. കാരണം കായ്ച്ചു നിൽക്കുന്ന ഒരു തയ്യലോട്ട് വടിയിട്ട് അടിച്ചാൽ എന്ത് സംഭവിക്കും? ആ വിത്തുകളെല്ലാം ചെതറിപ്പോയിട്ട് എന്ത് ചെയ്യും? അത്രയും ഫലം ഉണ്ടാവും, അല്ലേ? ആ കായ്ച്ചു നിൽക്കുന്ന ആ ചെടിയില് നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും? അതിന്റെ ഫലം ഇത്രയും ചെറുതായിട്ട് കാണത്തുള്ളൂ. പക്ഷെ 30, 60, 100 മേണിയെ ഫലം കായ്ക്കത്തിൽ എന്ത് ചെയ്യണം? പ്രോസിക്യൂഷൻ ഉണ്ടാകണം. പ്രോസിക്യൂഷൻ അവിടെ ഉണ്ടായത് കൊണ്ടാണ് പൗലോസിൽ ജയിലിലാക്കപ്പെട്ടത്. അങ്ങനെ ജയിലാക്കപ്പെട്ടത് കൊണ്ടാണ് തിമത്യോസിന് ഒരു ലേഖനമായിട്ട് എഴുതേണ്ടി വന്നത്. അങ്ങനെ ലേഖനം എഴുതിയത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് ശേഷവും നമ്മളിത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതാണ്, എത്രത്തോളം ദൈവവചനത്തെ പ്രഷർ ചെയ്യാൻ നോക്കുന്നോ അത്രത്തോളം ഇതിന് ഫലം കൂടി വരും, അല്ലേ? അതാണ് ദൈവവചനത്തിന് ബന്ധനമില്ല. ഇത് പറഞ്ഞ ഞാൻ ചങ്ങലയ്ക്ക് കീഴിൽ നിൽക്കുക, പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞ വചനം എന്ത് ചെയ്യാണ്? ഞാൻ പോലും ഉദ്ദേശിക്കാത്ത രീതിയിൽ ഇതിന്റെ ഫലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പൗലോസ് അറിഞ്ഞോ ഈ 2026 ഓഗസ്റ്റ് മാസം എയർസ് ചേർത്ത് ഇരുന്ന് ഈ ലേഖനം ഇത്രയും പേര് ഇന്ന് പഠിക്കുമെന്ന്? പൗലോസ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇവിടെ. പക്ഷെ പൗലോസ് പറഞ്ഞ വചനത്തെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ്, ദൈവവചനത്തെ ബന്ധിക്കാൻ കഴിയത്തില്ല. എത്രത്തോളം ഇത് ബന്ധിക്കാൻ നോക്കുന്നു അത്രത്തോളം ഇത് ഫലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് എ വെരി ബ്യൂട്ടി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ആ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പം നമുക്കറിയാം, ഒരു വിത്തെടുത്ത് ചുമ്മാ ഇട്ടാൽ അത് ഫലം കായ്ക്കുന്നില്ല. അത് മണ്ണിൽ നമ്മൾ കുഴിച്ചിട്ട് അതിനെ പ്രഷർ ചെയ്താണ് അതിന്റെ അകത്തെ ജംപ് പവർ പുറത്തെടുപ്പിക്കുന്നത്. എന്ന് വെച്ചുള്ള ദൈവവചനത്തിന് കൂടുതൽ ഫലം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യാണ്? ദൈവം ഈ ഭൂമിയിലെ കഷ്ടതകളെ അനുവദിക്കുകയാണ്, ഈ ഭൂമിയിലെ പ്രോസിക്യൂഷൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് അതുകൊണ്ടാണ് യെരൂശലേമിൽ കൂടിയിരിക്കാൻ ഉദ്ദേശിച്ച ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്തു? പ്രോസിക്യൂഷൻ വിട്ടിട്ടാണ് ദൈവം ചെതറിച്ചത്. ചെതറിപ്പാർക്കുന്ന ജനമായിട്ട് ദൈവം എന്തുകൊണ്ട് വിട്ടത്? ഈ വിത്ത് എല്ലാവർക്കും ചെതറാൻ വേണ്ടി. അപ്പം പ്രോസിക്യൂഷനകത്ത് നമ്മുടെയും വിശുദ്ധീകരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ വ്യാപനവും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ പൗലോസിന് അറിയാം, എന്നെ ഇപ്പൊ തൽക്കാലം ചങ്ങലയിൽ ഞാൻ ഇടുന്നുണ്ട്, പക്ഷെങ്കിൽ ഞാൻ പറയുന്ന വചനം ഞാൻ പോലും സ്വപ്നത്തിൽ കാണാത്ത രീതിയിൽ ഇത് അനേക സ്ഥലങ്ങളിൽ ഇതിന്റെ ഫലം ഉണ്ടാകും. യെശയ്യാ 55 പറയുന്നുണ്ട്, എന്റെ അടുക്കൽ നിന്ന് പോയ വചനം അത് വെറുതെ തിരിച്ചു വരത്തില്ല, അത് അതിന്റെ ഫലം പുറപ്പെടുവിക്കാതെ അത്
ഇറ്റ് വിൽ നോട്ട് റിട്ടേൺ വോയിഡ്. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. ദൈവം എന്ത് ഉദ്ദേശത്തോടെയാണോ ദൈവവചനത്തെ അയച്ചത്, അതിന്റെ പർപ്പസ് ചെയ്തിരിക്കും. കാരണം ദൈവവചനത്തിന് ഒരു വിത്ത് പോലെയുള്ള ഒരു ജേം പവർ അതിന്റെ അകത്തുണ്ട്. ഒരു വിത്ത് നമ്മൾ കാണുമ്പോൾ പുറമേ ഉള്ള മോടി കഴിഞ്ഞാൽ അതിന്റെ അകത്തൊരു പവർ ഉണ്ട്. അപ്പം പുറമേ ഉള്ള മോടികൾ വഹിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും മൺപാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾ ദൈവവചനമാണ്. ആ വചനത്തിന് എന്തുണ്ട്? ജീവനുണ്ട്. അത് സുവിശേഷത്തിന് ശക്തിയുണ്ട്. അത് അതിന്റെ ഫലം ചെയ്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. പൗലോസിനറിയാം കഷ്ടത എന്നെയും വിശുദ്ധീകരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അതോടൊപ്പം തന്നെ കഷ്ടതയുടെ രണ്ടാമത്തെ ഒരു ഭാഗമാണ്, ഒരു നാണയത്തിന് രണ്ടു വശം ഉള്ളതുപോലെ മറ്റൊരു ഭാഗമാണ് എന്റെ കഷ്ടതയിൽ എന്ത് ചെയ്യാണ് ദൈവരാജ്യത്തിന് പ്രയോജനം ഉണ്ടാവുക ചെയ്യുന്നത്. എന്ത്? നിത്യ തേജസ്സോടുകൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇത് ലഭിക്കേണ്ടതില്ല. ഇപ്പൊ 100 പേര് ഈ വചനം കേട്ടാൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെ വിശ്വസിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചിരിക്കും. അതാ അതിൻ്റെ അകത്തൊരു ഉറപ്പാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രക്ഷ എങ്ങനെയാണ് വരുന്നത്? ആ തേജസ്സോടുകൂടെ വരുന്നത്, സകല വാക്തത്വങ്ങളോടുകൂടിയാണ് വരുന്നത്. ഞാൻ നാളെ ഇവിടെ ഇല്ലെങ്കിലും എന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ നിലനിർത്താനുള്ള ശക്തി ഞാൻ പറഞ്ഞ വചനത്തിനുണ്ട്, അല്ലേ? ഞാൻ നാളെ ഇവിടെ ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ നിലനിർത്താനുള്ള ശക്തി ഞാൻ പറഞ്ഞ വചനത്തിനുണ്ട്. അപ്പൊ ആ വചനത്തിന്റെ സന്തോഷത്തിലാണ് പൗലോസ് ഇത് സഹിക്കുന്നത്. ആ സുവിശേഷത്തിന്റെ സന്തോഷത്തിലാണ് പൗലോസ് ഇത് സഹിക്കുന്നത്. അയ്യോ, എന്നെ പിടിച്ചിപ്പോ നിങ്ങൾ കൊല്ലുമായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞ വചനം ഭൂമിയിൽ എപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. അത് ലേഖനങ്ങളായി, എന്റെ പ്രസംഗങ്ങളായി ഇവിടെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തിമോഥെയോസേ ഭയപ്പെടണ്ട, നിന്നെ ബന്ധിക്കുമായിരിക്കും, നിന്നെ തടവറയിൽ ഇടുമായിരിക്കും. നമ്മൾക്ക് ദുഷ്പ്രവർത്തിക്കാരെ പോലെ നമ്മൾ ചങ്ങല ധരിക്കേണ്ടി വരുമായിരിക്കും. പക്ഷെങ്കിൽ നീ വഹിച്ച ഒരു വചനം നീ പോലും ചിന്തിക്കാത്ത രീതിയിൽ അത് ഫലം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് വെറുതെ വോയിഡായിട്ട് തിരിച്ചു പോകുക. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നിത്യ തേജസ്സോടുകൂടെ രക്ഷയായിട്ട് അവർക്ക് വരും. ഹല്ലേലൂയ. കാരണം അത് രക്ഷ എന്താണ്? നിത്യ തേജസ്സോടുകൂടി പാക്കേജ് ആയിട്ടാണ് ഒരു ഹൃദയത്തിലേക്ക് വരുന്നത്. ഞാൻ നാളെ ഇവിടെ ഇല്ലെന്ന് ഓർത്ത് അവൻ നഷ്ടപ്പെട്ടു പോകുന്നു ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പണ്ടൊക്കെ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. ചില വ്യക്തികളൊക്കെ കോണ്ടാക്റ്റിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം അവരുടെ ജീവിതം എന്തായിരിക്കും, അവരിനി കർത്താവിനെ ഇട്ടേച്ച് പോകുമോ? ഇല്ല. കാരണം നമ്മൾ പറഞ്ഞ വചനം ആ വ്യക്തി യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അവന്റെ ഉള്ളിൽ എങ്ങനെയാണ് ആ വചനം ചെന്നത്? അവനെ തേജസ്സിൽ എത്തിക്കാനുള്ള കേപ്പബിലിറ്റിയോട് കൂടിയാണ് ആ വചനം അവന്റെ അകത്ത് ചെയ്തത്. ആ വചനം അവനെ പിന്നെ പടത്തോളും, അല്ലേ? അതിനുവേണ്ടി ദൈവത്തിന്റെ റിസോഴ്സ് ദൈവം സമയത്ത് ഉപയോഗിച്ചോളൂ. അതുപോലെ റിസോഴ്സിനെ നമ്മൾ ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ ഇതിന്റെ അകത്ത് വളരെ ഫ്രീ ആണ്. ശരിയാണ്, കഷ്ടത ഒരു വശത്തുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നല്ല ഫ്രീ ആണ്. നമ്മൾക്ക് ഒരു ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പറയുന്ന വചനത്തിന്റെ ശക്തി അവരെ അതിനെ പണിതെടുത്തോളും. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത ദൈവത്തിന് മഹത്വം ഓർത്ത് സ്തോത്രം. ആ വചനത്തിന്റെ ശക്തി ഓർത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഓക്കെ, ഇവിടെ ഇച്ചിരി കോൺട്രഡിക്റ്റ് ആയി പോകുന്ന വാക്യങ്ങളായിട്ട് തോന്നാം. ഓക്കെ, ഞാനത് ഒന്നിച്ച് വായിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് എന്നെയും തള്ളിപ്പറയുമോ എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവിടെ വാക്യം നിർത്തരുത്. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഇപ്പൊ ഏതെങ്കിലും വ്യക്തി തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? അവന്റെ അകത്ത് യഥാർത്ഥമായ രക്ഷ സംഭവിച്ചിട്ടില്ല. നമ്മൾക്കും ഒരുപോലെ തള്ളി പറയാനുള്ള സ്വഭാവമുള്ള വ്യക്തികൾ നമ്മൾ. പക്ഷെങ്കിൽ നമ്മൾ അവിശ്വസ്തരായി പോയെന്ന് പറഞ്ഞാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നത് കൊണ്ട് അവന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയത്തില്ല. ദൈവമാണ് വിളിച്ചെങ്കിൽ അവനെ നിവർത്തിക്കും. ദൈവമാണ് നടത്താൻ തുടങ്ങിയെങ്കിൽ അവനത് പൂർത്തീകരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ പങ്കാളി എന്ന് വെച്ചാൽ അവനെ തള്ളി പറയുന്നെങ്കിൽ ദൈവം തള്ളി പറയാം, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. പക്ഷെങ്കിൽ നമ്മൾ തള്ളി പറയുന്നില്ല. ഒന്ന് തള്ളി പറഞ്ഞു നോക്കിയേ, പറ്റുമോ? നിങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുന്നുണ്ടോ? വീഡിയോ 1-2 പേര് ഞാൻ കാണുന്നുള്ളൂ. തള്ളി പറഞ്ഞു നോക്കി, പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്റെ കഴിവുകൊണ്ടാണോ? തള്ളി പറയാൻ എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നല്ലേ? പക്ഷെ എന്നെ കൊണ്ട് തള്ളി പറയിക്കാത്തത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പെർസുവേഷൻ. വളരെ എഡ്ജിൽ കൂടെ, എന്നെക്കാളും വളരെ ജീവിതത്തിൽ എഡ്ജിൽ കൂടെ കടന്നുപോയ വ്യക്തികളോടെ ഞാൻ സംസാരിക്കാൻ എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിന്ന് പോകുമോ, വീണു പോകുമോ എന്നുള്ള ഭയപ്പാടിൽ കൂടെ കടന്നുപോയ വ്യക്തികൾ എൻ്റെ അകത്ത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് കൂടെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ വീണു പോകാതിരുന്നത്? അല്ലേ? രക്ഷയില്ലാത്ത വ്യക്തികൾ 16 പ്രാവശ്യം വീണുപോയ സ്ഥലത്ത് രക്ഷ ദാനമായി ലഭിച്ചവർ വീഴാതെ നിൽക്കുന്നതിന്റെ ഒറ്റ കാര്യങ്ങൾ പറയുന്നത് ദൈവം വിശ്വസ്തനായി പാർത്തു എന്നുള്ളത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിശ്വസ്തരോട് വിളിച്ചത് കൊണ്ട് ആ വിശ്വസ്ത. പക്ഷെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം,
എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല. ഇതിന്റെ അകത്ത് നമ്മുടെ സദ്യകളിൽ മറഞ്ഞിരിക്കുന്ന പാറകൾ ഇതിന്റെ അകത്തുണ്ട്, യൂദയുടെ വാക്കിൽ പറഞ്ഞാൽ, അല്ലെ? കുളിച്ചിട്ട് വീണ്ടും ചെളിയിൽ പോയി ഉരുളണമെന്ന് സ്വപ്നം കാണുന്ന, സ്വന്തം ഛർദ്ദിക്ക് തിരിയുന്ന നായ പോലെയുള്ള വ്യക്തികൾ ഇതിന്റെ അകത്തുണ്ട്. അവര് നമ്മളെ പോലെ, അതുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ തുളയ്ക്കുന്ന പാറകൾ, അല്ലെ? നമ്മൾ നോക്കുമ്പോൾ നമ്മളെ പോലെ ആരാധിക്കുന്നുണ്ട്, നമ്മളെ പോലെ പാടുന്നുണ്ട്, എന്നെക്കാളും നന്നായിട്ട് വചനം പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അവർ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരായിരിക്കണമെന്നില്ല. ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം പെർസ്യൂഡ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ആക്ട് ചെയ്യാൻ കഴിയും. അവരുടെ വിശ്വാസ കപ്പലിന്റെ ഡിമാൻഡുകൾ എന്ന് പറയുന്നത് ക്രിസ്തു ആയിരിക്കത്തില്ല. അവർക്ക് അവരുടെ സ്വന്തം സാമ്രാജ്യം പണിയാനും അല്ലെങ്കിൽ ഏതാനും ചില അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. നമുക്കറിയത്തില്ല, അത് കർത്താവ് കള തിരിക്കുന്ന നാളിലേ അറിയത്തുള്ളൂ. ചിലത് എന്ത് ചെയ്യാം, കളയെ മാറ്റി, എന്താ പറയാ, ഗോതമ്പ് മണിയോട് കൂടെ തന്നെ കർത്താവ് കളയെ വളർത്തുന്നുണ്ട്. ആ കള കൂടെ തന്നെ വളരും, നമ്മുടെ കൂടെ തന്നെ കാണും. പക്ഷെ നമുക്കറിയത്തില്ല അവര് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടതാണോ. പക്ഷെ ചില സിമ്പലുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, അവർ നമ്മളോടുകൂടെ ആയിരുന്നെങ്കിൽ നമ്മളെ വിട്ടു പോകത്തില്ലായിരുന്നു. അവർ നമ്മളോടുകൂടെ അല്ലായകയാൽ എന്ത് ചെയ്തു, അവർ നമ്മളെ വിട്ടു പോകാനായിട്ട്. ആ ഫെലോഷിപ്പിന്റെ അകത്തുനിന്നൊക്കെ വെളി പോയി കഴിയുമ്പോൾ ഒരു പക്ഷെ നമുക്ക് അനുമാനിക്കാം ആര് യഥാർത്ഥമായി രക്ഷ അനുഭവിച്ചിട്ടില്ലാത്ത വ്യക്തികൾ. എന്നാൽ ദൈവം നാളെ യഥാർത്ഥമായി രക്ഷ അനുഭവിച്ചിട്ടാണ് മടക്കിക്കൊണ്ട് വരും, നമുക്കറിയത്തില്ല, അല്ലെ? അങ്ങനെ പല വ്യക്തികളെ മടക്കിക്കൊണ്ട് വന്ന ചരിത്രങ്ങൾ വചനത്തിലുണ്ടല്ലോ, സ്തോത്രം. പല വ്യക്തികളും അങ്ങനെ മടങ്ങി വന്നിട്ടുമുണ്ട്, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ രക്ഷയെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉറപ്പുവരുത്തണം. നമ്മുടെ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണിത്. നമുക്കിത് അവനെ തള്ളിപ്പറയാൻ കഴിയത്തില്ല, അല്ലെ? തള്ളിപ്പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടായാലും ദൈവം വിശ്വസനെ പാർക്കുന്നുകൊണ്ട് തള്ളിപ്പറയുന്ന മേഖലകൾ, മറയേണ്ടി വരുന്ന മേഖലകളിൽ എന്നെ കൊണ്ടത് പറയിപ്പിക്കാതെ അവൻ തന്നെ എന്നെ കൈകളിൽ വഹിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെ? ആ പാതകളിൽ നോക്കിക്കഴിയുമ്പോൾ കർത്താവിന്റെ പാത മാത്രമേ കാണത്തുള്ളായിരിക്കും. നമ്മുടെ ചിലപ്പോൾ അവന്റെ കയ്യിലായിരിക്കും. കാരണം നമ്മൾ ആ വഴി കൂടെ നടന്നായിരിക്കും നമ്മൾ തള്ളി പറഞ്ഞാൽ. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു, എടുത്ത് നമ്മളെ തോളയിട്ടിട്ട് കർത്താവ് തന്നെ ആയിരിക്കും വഴി കൂടെ നടന്നിട്ടുള്ളൂ. നമ്മൾ അറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ദൈവമേ, ഞാൻ ഈ വഴി കൂടെ നടന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും സ്തോത്രം ചെയ്തിട്ടില്ലേ? ഞാനും പഴയ 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 പല ലൈഫ് സിറ്റുവേഷൻ നോക്കിയിട്ട് ഞാൻ സ്തോത്രം ചെയ്യാറുണ്ട്. എന്റെ ദൈവമേ, ഇതൊക്കെ എന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിച്ചു? പക്ഷെങ്കിൽ കർത്താവ് പറയും, ഞാനാ കുഞ്ഞാ അവിടെ നടന്നത്, നീയല്ല. നീ ആയിരുന്നെങ്കിൽ എന്നെ തള്ളി പറഞ്ഞാൽ. പക്ഷെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, തള്ളി പറയുമെങ്കിൽ അവൻ നമ്മെ തള്ളിപ്പറയും. പക്ഷെങ്കിൽ നമ്മൾ തള്ളി പറയാത്തിന്റെ കാരണം ദൈവം വിശ്വസനെ പറയും. അങ്ങനെയാണ് വാക്യത്തിന്റെ കണക്ഷൻ മനസ്സിലാക്കുക. അപ്പം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരും യഥാർത്ഥമായി രക്ഷിക്കപ്പെടാത്തവരും ഒരു ഒന്നിച്ചാണ് ഇവർ വളർന്നു കഴിയുന്നത്. പലരും സ്വന്തം ഡിമാൻഡുകൾ സാധിക്കാതെ വരുമ്പോൾ ഇതെല്ലാം തള്ളി പറഞ്ഞിട്ടിട്ട് ഇട്ടേച്ച് പോകാനുള്ള മേഖലകളുണ്ട്. അതുകൊണ്ട് പാട്ടുകാർ പറയുന്ന പോലെ കാണുന്ന അസ്ഥികൂടങ്ങൾ ഭീകരം, അല്ലെ? ചിലരൊക്കെ എന്നെക്കാൾ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചോടിയാൻ തോന്നിയതാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ അവർ അസ്ഥികളെ കാണുന്നുള്ളൂ. കാരണം അവരുടെ ഡിമാൻഡ്, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയത് നിർവ്യാജമായിട്ട് വിശ്വാസമായിരുന്നില്ല, അവർക്ക് വ്യാജമുള്ള വിശ്വാസമായിരുന്നു, അല്ലെ? അതെനിക്ക് 1 തിമോഥെയോസിന്റെ ലേഖനത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ നിർമ്മല മനസ്സാക്ഷി അവർ വിട്ടു കളഞ്ഞു, അവരുടെ വിശ്വാസം വ്യാജമുള്ളതായിരുന്നു. അതുകൊണ്ട് പൗലോസ് 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നിന്റെ അകത്തുള്ള വിശ്വാസം നിർവ്യാജമാണ്. നിന്റെ അമ്മയിലും നിന്റെ വല്യമ്മച്ചിയിലും ഉണ്ടായിരുന്ന ആ നിർവ്യാജ വിശ്വാസമാണ് നിന്നിൽ ഉള്ളതെന്ന് കണ്ടിട്ടാണ് പറയുന്നത്, നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവവിശ്വസ്തനായി പാർക്കുന്നു. എന്റെ അകത്ത് നിർവ്യാജ വിശ്വാസമാണെങ്കിൽ നമ്മൾ തള്ളി പറയത്തില്ല. നമ്മുടെ അകത്ത് ഒരു വ്യാജമായ വിശ്വാസം, ഒരു അനുകരണത്തിന് വിശ്വാസമാണെങ്കിൽ, എനിക്ക് എന്തെങ്കിലും നേടണം, ഈ കർത്താവിനെ ഉപയോഗിച്ച് എനിക്ക് എന്തെങ്കിലും നേടണം എന്നുള്ള ഒരു ഡിമാൻഡോടുകൂടെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ വചനം പറഞ്ഞിരുന്നിരിക്കും, പാട്ടുപാടിയെന്നിരിക്കും, ആരാധിച്ചെന്നിരിക്കും. പക്ഷെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ എന്റെ സ്വപ്നങ്ങൾ നടക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ തള്ളി പറഞ്ഞിട്ടിട്ട് പോകും. പക്ഷെങ്കിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അകത്ത് ദൈവം പരിശുദ്ധാത്മ എപ്പോഴും ഇടുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഗോഡ്സ് ഗ്ലോറി എലോൺ ആയിരിക്കും. അവൻ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയത്തില്ല. ദൈവം വിശ്വസ്തനെ അവിടെ പാർക്കുക ചെയ്യുന്നത്. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത കാര്യം, കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചന ഇനി വരാൻ ഇതൊരു ഡയറക്റ്റ് പെർസിക്യൂഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണിക്കുവാനിടയിൽ. ഇനി പെർസിക്യൂഷൻ ഇല്ലാതെ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ട് വന്നിട്ട് സംഭവിക്കാവുന്ന ചില ചതിക്കുഴികളെയാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് നമുക്ക് ഈ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പാടായിട്ട് വരുന്നത്. ഒരു വ്യക്തി നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ, നേരിട്ട് വിരോധം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, എളുപ്പമുണ്ട്. പക്ഷെങ്കിൽ ചിലരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയത്തില്ല. അവര് പ്രത്യേക അടവുകളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ അടുക്കെത്തി വരുന്നത്. അതിൻ്റെ 1-ാമത്തെ അടവാണ് നമ്മൾ ആർഗ്യുമെന്റുകൾ എന്ത് ചെയ്യും, ഒരു ഡിബേറ്റിനൊക്കെ വിളിക്കും. എന്തിനാണ്? വാഗ്വാദങ്ങൾക്ക് വരാമോ ഇന്ന വിഷയത്തിൽ
ഏഹ് ബൈബിൾ ഓൾറെഡി സ്ഥാപിച്ച, അപ്പോസ്തലന്മാർ ഓൾറെഡി സ്ഥാപിച്ച, കഴിഞ്ഞകാല വിശുദ്ധന്മാർ ഓൾറെഡി സ്ഥാപിച്ച സത്യങ്ങളെ എന്ത് ചെയ്യാണ്, പുതിയൊരു ഉപദേശം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നമ്മളെ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വിളിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഒരു വാഗ്വാദത്തിന് വാ, ഒരു ഡിബേറ്റിന് വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം. ദൈവസഭയ്ക്ക് ഇങ്ങനൊരു ശീലമില്ല. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രൂത്തിനെ ഡിക്ലെയർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും ആർഗ്യുമെന്റുകളില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഞാൻ ഒരിക്കലും പല ആർഗ്യുമെന്റുകൾ പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്നെ ദൈവം പഠിപ്പിച്ച കാര്യം, ആർഗ്യുമെന്റ് കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു പ്രയോജനമില്ല. ഇനി പറയുന്ന എനിക്കുമില്ല, കേൾക്കുന്ന വ്യക്തികൾക്കും ഇല്ല. ഇനി പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല, ഒത്തിരി ദോഷം ചെയ്തുകൊണ്ടിരിക്കും. കാരണം കേൾക്കുന്നവരെ മറിച്ച് കളയും. മറിച്ച് കളയെന്ന് വെച്ചാൽ അവരുടെ അകത്ത് ഓൾറെഡി ചില സത്യങ്ങൾ പണിത് വരുന്നുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ, അത് നമ്മൾ പറയുന്ന ആർഗ്യുമെന്റുകൾ വെച്ച് എന്ത് ചെയ്യാൻ കഴിയും, അവർ വളർന്നു വന്നിരിക്കുന്ന സത്യങ്ങളെ അവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് നമ്മൾ ചെയ്യാൻ പോകരുത്. ഓക്കെ, ഒരു വ്യക്തി സത്യം അംഗീകരിക്കുന്നില്ലേ, ഓക്കെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിനക്ക് ഇത് വെളിപ്പെടുത്തി തട്ടെന്ന് പറഞ്ഞ അവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടുക. ആർഗ്യുമെന്റ് ചെയ്യാൻ പോകണ്ട. കാരണം ഇത് നമ്മുടെ അല്ലല്ലോ ഈ പണി തന്നേക്കുന്നത്. ഇത് കൺവിക്ട് ചെയ്യാന്നുള്ളത്, ഇത് പ്രൊക്ലെയിം ചെയ്യാന്നുള്ള പണി മാത്രമേ നമ്മളെ തന്നിട്ടുള്ളൂ. അവനെ വിശ്വസിപ്പിക്കാന്നുള്ള പണി പരിശുദ്ധാത്മാവിന്റെ. നമ്മൾ ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടൊന്നും ആരും വിശ്വസിക്കാൻ ഉണ്ടാകത്തില്ല. അപ്പം ഇതിന്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആർഗ്യുമെന്റ് ചെയ്ത വ്യക്തികൾക്ക് പ്രത്യേക സ്കില്ലുണ്ട്. അവർക്ക് വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, നമ്മൾ പറയുന്നതിനെ വീഴ്ത്താൻ കഴിയും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലും അവരുടെ കമന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അവർ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, നമ്മളെ സംസാരിപ്പിക്കാൻ അനുവദിക്കാതെ നമ്മൾ പറയുന്ന കാര്യത്തെ വാക്കുകളുടെ മനോഹാരിത കൊണ്ട്, വാക്കുകളുടെ പ്രസരിപ്പ് കൊണ്ട് നമ്മൾ പറയുന്ന സത്യത്തെ മൂടിക്കളഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ സിറ്റുവേഷനെ അവരുടെ ദുരുപദേശം പഠിപ്പിക്കാൻ സാധ്യത ഉണ്ടായില്ല. അപ്പൊ നമ്മളായിട്ട് എന്തിനാ ഒരു ദുരുപദേശം പഠിപ്പിക്കാൻ സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലേ? നമ്മൾ അതിന് പോകേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് സംസാരിക്കാൻ അധികം കഴിവുകളില്ല എന്ന് വെച്ചുകൊണ്ട് ഒരു വ്യക്തിയോട് ഞാൻ ആർഗ്യുമെന്റ് ചെയ്യാൻ പോയാൽ അവന് നല്ല കഴിവുണ്ടായിരിക്കും. സംസാരിക്കാനുള്ള കഴിവും, പെർസ്യൂഡ് ചെയ്യാനുള്ള കഴിവും, ഓവർകം ചെയ്യാനുള്ള കഴിവും, ഞാൻ പറയുന്നതിനെ കളിയാക്കിക്കൊണ്ട് ചെളിവാരി എറിയാനുള്ള കഴിവൊക്കെ അവന് കാണും. അപ്പം ഞാൻ പോയി ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക, എന്റെ സത്യങ്ങൾ എനിക്ക് പറയാൻ കഴിയാത്ത വണ്ണം, ചിലപ്പോൾ എന്റെ ഓർമ്മക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ കഴിവില്ലായ്മ കൊണ്ടൊക്കെ എന്ത് ചെയ്യാം, എന്റെ സത്യങ്ങളെ അവിടെ പ്രസന്റ് ചെയ്യാതിരിക്കത്തൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സത്യങ്ങളെ മറിച്ച് കളയാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ അയക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മുടെ അവിടെ പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന പെർസിക്യൂഷൻസ് ആണ്. നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന പെർസിക്യൂഷൻസ് അല്ല, കെണി പോലെ, ട്രാപ്പ് പോലെ നമ്മുടെ മുമ്പിൽ വരാവുന്ന പെർസിക്യൂഷൻസ് ആണ്. അതുകൊണ്ട് വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുമ്പോൾ അവരോട് പറയേണ്ട ഒരു കാര്യം, നീയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നിനും പ്രയോജനമില്ലാത്ത, കേൾക്കുന്നവർക്കോ പറയുന്നവർക്കോ പ്രയോജനമില്ലാത്തതും ഉപദ്രവം വരുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ അവഗണിക്കുക. സ്തോത്രം. ഇനി അടുത്ത വാക്കിടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനെ ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. യഥാർത്ഥമായി പ്രസംഗിക്കുക എന്ന് വെച്ചാൽ ഡിവൈഡ് ദ ട്രൂത്ത് ആൻഡ് ടെൽ എന്ന് വെച്ചാൽ, പഴയ നിയമം എന്തിനു വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു, പ്രവാചകന്മാർ എന്തിനു വേണ്ടി സംസാരിച്ചിരിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ സുവിശേഷങ്ങൾ എന്തിനു വേണ്ടി സംസാരിച്ചിരിക്കുന്നു, ലേഖനങ്ങൾ എന്തിനു വേണ്ടി സംസാരിച്ചിരിക്കുന്നു, ഈ പത്യോപദേശത്തിന്റെ ഓർഡർ, ഏത് പഴയ നിയമത്തെ നമ്മൾ എങ്ങനെ കാണണം, പുതിയ നിയമത്തെ എങ്ങനെ കാണണം, ഇങ്ങനെയുള്ള ഓരോ രീതിയും അത് എന്ത് ഉദ്ദേശത്തോടുകൂടെ ലേഖനക്കാർ എഴുതിയിരിക്കുന്നു, എന്ത് ഉദ്ദേശത്തോടെ പരിശുദ്ധാത്മ നമ്മൾ തന്നിരിക്കുന്നു, അത് അതേ ഓർഡറിൽ പ്രസംഗിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഒരു ഉപദേശകൻ, ഒരു ടീച്ചർ പ്രാപിച്ചിരിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ അതും അപകടമാണ്. സ്തോത്രം. ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അപ്പം തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ, വിരോധിക്ക് നമ്മളെ കൊണ്ടൊരു അപവാദം പറയാൻ സാധ്യതയില്ലാത്ത രീതിയിൽ, ഒരാക്ഷേപം പറയാത്ത രീതിയിൽ ഒരു ശുശ്രൂഷക്കാരെ നിൽക്കും. ഇവിടെ പറയുകയാണ്, എന്നെ നിർത്തിക്കൊണ്ട് എന്റെ സമൂഹത്തിലുള്ളവർ ഇവൻ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ട് ഇന്നപോലെ ജീവിച്ചവനല്ലേ എന്ന് പറയുന്ന ഒരു ലജ്ജയ്ക്കായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കൊടുക്കാതിരിക്കുക. അത് നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അപ്പം 14 അധ്യായത്തിൽ നമ്മുടെ ശുശ്രൂഷയിൽ സൂക്ഷിക്കേണ്ട കാര്യം, 15 വാക്യത്തിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ലജ്ജിപ്പാൻ ഒരു കാര്യവും സംഗതി ഇല്ലാത്ത രീതിയിൽ വചനം ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുമ്പോഴും ജീവിതം കൊണ്ടോ ശുശ്രൂഷ കൊണ്ടോ ലജ്ജ ഉണ്ടാക്കത്തക്ക രീതിയിൽ, വിരോധിയുടെ പണി തന്നെ അപവാദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ വിരോധിക്ക് പോലും നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് അപവാദം ഉണ്ടാക്കാൻ ഇല്ലാത്ത സിറ്റുവേഷൻ അത് നമ്മളെ കൊണ്ട് സാധ്യമല്ല. കൃപയിൽ ആശ്രയിക്കുക. അതുകൊണ്ട് 2 അധ്യായത്തിനോട് തുടക്കം അത് തന്നെ പറയുന്നത്. ആ പേരിൽ നിന്നുകൊണ്ടേ ഇത് ബാക്കി പഠിക്കാവുള്ളൂ. കൃപയിൽ ശക്തിപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാം, ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത ഒരു കാര്യത്തിനും. അപ്പം പല കാര്യങ്ങളിലും ഇപ്പം നമ്മൾ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ആ ശുശ്രൂഷകന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ആ മക്കൾക്ക് എന്ത് സാക്ഷ്യമാണ് ശുശ്രൂഷകൻ ഉണ്ടാകേണ്ടത്?
അവന് ചുറ്റുപാടുള്ള സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് അവന് നല്ല സാക്ഷ്യം ഉണ്ടാകണം, അല്ലെ? അവനുമായിട്ട് അവന്റെ ഫ്രണ്ട്സിന് അവനെ കുറിച്ച് നല്ല സാക്ഷ്യം ഉണ്ടാകണം. പെണ്ണ്, പണം, പദവി, ഈ മൂന്ന് മേഖലകളാണ് ലജ്ജിപ്പാൻ സംഗതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ശുശ്രൂഷകനെ വീഴ്ത്താൻ വേണ്ടി പിശാച് മാക്സിമം, അല്ലെങ്കിൽ ഈ ലോകം മാക്സിമം ഉപയോഗിക്കുന്നത്. ഈ മൂന്ന് ഉപായം: പെണ്ണ്, പണം, പദവി. അത് പിന്നെയും പല പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ചിലര് ഒരു കാര്യത്തിൽ വീണില്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ വീണ് പോകാം. പക്ഷെ ഈ മൂന്ന് മേഖലകളിലാണ് പൊതുവെ ലജ്ജിപ്പാൻ സംഗതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സമൂഹം, അല്ലെങ്കിൽ നമുക്കെതിരെ സംസാരിക്കാനുള്ള വാക്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് യു നോട്ട് ടു ബി വെരി കെയർഫുൾ. ദൈവകൃപ വ്യാപരിക്കുന്നിടത്തുനിന്നും ആ ബൗണ്ടറി വിട്ട് ദൈവകൃപയെ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. ഓക്കെ? ദൈവകൃപയെ വ്യാപരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജയിക്കുക. ഏത് മോഹങ്ങളെയും ജയിക്കാനുള്ള ശക്തി ദൈവകൃപയ്ക്കുണ്ട്. എന്നാൽ ദൈവകൃപ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോയിട്ട് ദൈവകൃപയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നു കൊടുക്കരുത് ഒരു സാഹചര്യത്തിലും. യൗവനമോഹങ്ങളെ വിട്ടു ഓടാൻ പറഞ്ഞാൽ ഓടാനുള്ള കൃപയാണ് തന്നിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് വട്ടം കറങ്ങി നിൽക്കരുത്, അല്ലെ? ഒരു വചനം പറഞ്ഞു കഴിഞ്ഞാൽ ആ വചനത്തിൽ എന്ത് പറഞ്ഞു അത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചുള്ള കൃപയാണ് നമുക്ക് ദൈവം തരുന്നത്. യൗവനമോഹങ്ങളെ വിട്ടു ഓടാൻ പറഞ്ഞാൽ ഓടാനുള്ള കൃപയാണ് തന്നിരിക്കുന്നത്. ആ ദൈവത്തിൽ കൃപയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ വട്ടം കറങ്ങി നിന്നാൽ എന്ത് പറ്റും? ലജ്ജിപ്പാൻ സംഗതി ഉണ്ടാകേണ്ട വിഷയങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ വ്യക്തികളൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ, സ്തോത്രം. അതുകൊണ്ട് വി നീഡ് ടു ബി കെയർഫുൾ. എസ്പെഷ്യലി ശുശ്രൂഷയിൽ നിൽക്കുന്നവര് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത കാര്യങ്ങൾ നിൽക്കേണ്ടത് എന്ത് ചെയ്യാം? സൂക്ഷിച്ചു കൊടുക്കുക. ദൈവം ഇപ്പൊ നമുക്ക് 15-ാം വാക്യം വരെ ഇന്ന് പഠിക്കാനിടയായി തീർന്നു. നാളെ കൊണ്ട് 2-ാം അധ്യായം തീർന്നു. ഏകദേശം 2 ദിവസം കൊണ്ടാണ് നമുക്ക് ഒരു അധ്യായം തീരുന്നത്. കർത്താവ് മുന്നോട്ട് സഹായിക്കുമാറാകട്ടെ. ബാക്കി സഹോദരന്മാർക്ക് ഒക്കെ സംസാരിക്കാം. ഞാൻ ഈ ചാറ്റ് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ശശി ബ്രദർ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളൊരു പ്രോസ്പെരിറ്റി ചർച്ച് നിൽക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മളെ ആ വ്യക്തിയെ തിരഞ്ഞെടുത്തതാണെങ്കിൽ നമ്മൾ ഈ സൗണ്ട് ഡോക്ടർ ഫെയ്ത്ത് അലോൺ ക്രൈസ്റ്റ് അലോൺ എന്ന് വരുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും പൂർണ്ണ ഹൃദയത്തോടെ അത് റിസീവ് ചെയ്യത്തില്ലേ, ആ വ്യക്തിയെ കണ്ടതാണെങ്കിൽ? അത് ചിലപ്പം ഇന്നല്ലെങ്കിൽ നാളെ, നമുക്കറിയത്തില്ല എപ്പോഴാണ്. കാരണം പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ ഹൃദയത്തെ പെർസീവ് ചെയ്യുന്നത് വരെ റിസീവ് ചെയ്യത്തില്ല. പക്ഷേ ഏത് മൊമെന്റിൽ നമുക്കറിയത്തില്ല. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, കാരണം നിത്യതയിൽ സംഭവിച്ച കാര്യം സമയത്തിന്റെ അകത്ത് മിസ്സായി പോകത്തില്ല. നിത്യതയിൽ ആ വ്യക്തിയുടെ രക്ഷ നിത്യ തേജസ്സോടുകൂടെ ദൈവം പദ്ധതി ചെയ്തിട്ടുണ്ടെങ്കിൽ സമയത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് അത് അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. അത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ആ സമയം നമുക്കറിയത്തില്ല, ഏത് വ്യക്തിയാണെന്ന് അറിയത്തില്ല. ഓക്കെ, നമുക്ക് ഏത് വ്യക്തിയാണെന്ന് അറിയത്തില്ല, 2 ഏത് സമയമാണെന്ന് അറിയത്തില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഡു ഇറ്റ് കണ്ടിന്യൂസ്ലി, അവസാനത്തോളം അത് ചെയ്യാന്നുള്ളത്. പ്രൈസ് ലോർഡ്. ഇത് ഈ ബിംബ്രദർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സുവിശേഷത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അത് ക്രിസ്തുവാണ്. അപ്പൊ ഈ ക്രിസ്തുവിനെ ഇഷ്ടമുള്ളവർ തന്നെയാണ് ചർച്ചിൽ വരുന്നതും. ക്രിസ്തുവിനെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എവിടെയാണ് ഒരു ചെറിയ ആട്ടുംകൂട്ടമായിട്ട് ചുരുങ്ങി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്റ്റ് എലോൺ എന്ന് പറയുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പം നമ്മൾ എവിടെയെല്ലാം നോക്കുമ്പോഴും ക്രിസ്തു മാത്രമാണ് മഹത്വത്തിന് യോഗ്യമെന്നും ക്രിസ്തു മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം രക്ഷയ്ക്ക് ആധാരമെന്നും അടിസ്ഥാനമെന്നും വരുമ്പോൾ അപ്പോൾ എനിക്കൊരു റോൾ ഇല്ല എന്നുള്ളതാണ് പലർക്കും സഹിക്കാൻ പറ്റാതെ വരുന്നത്. എന്നെ കൂടി അതിൻ്റെ ഒരു എവിടെയെങ്കിലും ഒന്ന് കൂട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഈ തിരുപ്പം മേടിച്ചിട്ട് നമ്മുടെ മുടിയെ വയ്ക്കുമ്പോൾ ആ പിന്നിനൊരു റോളുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ആ പിന്നും അവിടെ ഇല്ലെങ്കിൽ ഈ തിരുപ്പൻ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ ഈ രക്ഷയുടെ അകത്ത് എന്തെങ്കിലും ഒരു റോള് എനിക്കില്ല എന്ന് പറയുന്നതാണ് ആർക്കും സഹിക്കാൻ പറ്റാത്തതെന്നുള്ളത്. അത് താങ്ങുന്നില്ല. അത് വളരെ ഇപ്പോൾ വിംബ്രദർ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസിലും നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്കും ആളുകൾക്ക് താങ്ങാൻ പറ്റാത്ത അതാണ്. അതുപോലെ തന്നെ ക്ലിയർ കട്ടായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ വചനത്തിൽ കണ്ടതുപോലെ നമ്മൾ ഇപ്പം നമ്മൾ നിർത്തിയ വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സത്യവചനത്തിനെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുക, അതാണ് ഒരു സുവിശേഷകന്റെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. വ്യാജമില്ല അവിടെ. ആ വ്യാജം എന്ന് പറയുമ്പോൾ ഇതിന്റെ പത്യോപദേശം ഹൃദയത്തിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ട ഒരാൾക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഈ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടുന്നത്. അവൻ ആ ക്രിസ്തുവിനെ അല്ലാതെ അതിൻ്റെ കൂടെ വേറൊരു സാധനം അവന് പ്രസംഗിക്കാനില്ല. ക്രിസ്തു അല്ലാതെ ലോകത്തെ അതിനോട് കൂടെ ചേർക്കാൻ പറ്റത്തില്ല. കാരണം വളരെ എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ലോകത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തിരിക്കുന്നു, ലോകം നിങ്ങളെ പകച്ചെങ്കിൽ എന്നെ പകച്ചെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. അപ്പോൾ ഈ സെപ്പറേഷൻ അത് മനുഷ്യന് താങ്ങാൻ പറ്റുന്നില്ല. കാരണം എനിക്കൊരു പ്രാധാന്യം ഉണ്ടാകാൻ വേണ്ടിയാണ് എൻ്റെ ബാബയിലും ഞാൻ ഇതിൻ്റെ കൂടെ പണിയുന്നുണ്ട്. അപ്പോൾ അത് ക്രിസ്തുവിനെയും കൂടി കൂട്ടിപ്പണിയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എളുപ്പമാണ്. ഇത് നടക്കാതെ വരുന്നതാണ് പലപ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുപോലെ
ഈ ഇതിനകത്ത് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ നേരത്തെ വായിച്ചു, കൃഷിക്കാരൻ ആദ്യഫലം, അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യഫലം അനുഭവിക്കുന്നത്. ഇത് വളരെ എൻ്റെ ജീവിതത്തിൽ ഞാനും ജോർജ് കൂടുതലും ഒക്കെ വളരെ അനുഭവിക്കുന്ന ആളാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പൊട്ടൻ്റെ കൂട്ടാണ് ഈ സുവിശേഷ പ്രസംഗത്തിന് പോകുന്നത്. അവിടെ നിൽക്കുമ്പോഴാണ് ഈ വചനം നമുക്ക് തുറന്നു തരുമ്പോൾ ആ വചനത്തിന്റെ ജീവൻ ആദ്യം നമ്മൾ അനുഭവിച്ചിട്ട് ഇത് പുറത്തോട്ട് പോകുന്നത്. ഈ ആദ്യ ഫലം ഈ കൃഷിക്കാരൻ അധ്വാനിക്കുന്നവന് കിട്ടുമെന്ന് പറയുന്നത് ഇപ്പൊ നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ ഈ വചനം നമുക്ക് തുറന്നു കിട്ടുവാണ്. ശരിക്കുള്ള റിവാർഡ് അതാണ്. ഒരു ദൈവവേലയ്ക്ക് കിട്ടുന്ന യഥാർത്ഥ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇടപെടലാണ്. അപ്പോൾ വളരെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് ഒഴുകി വരും. ആ ഉപമകളും അല്ലെങ്കിൽ ആയിരിക്കുന്ന ആ ജനങ്ങളോട് കേൾക്കുന്ന ജനത്തിന് എന്താണോ വേണ്ടത് അത് ദൈവം സംസാരിക്കുമ്പോൾ അനവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴുകി വരുന്നത് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സത്യമംഗലത്ത് ഒരു പുതിയ ചർച്ചിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചോദിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അപ്പൻ ചോദിക്കുന്ന എല്ലാം മക്കൾക്ക് തരികയല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു ഉപമ പറഞ്ഞു. അന്നേരം പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പാകിസ്ഥാനുമായിട്ട് നടക്കുമ്പോഴത്തേനും ഈ അവിടെ ഒരു കൊച്ചു പയ്യനും അമ്മയും ഇരിപ്പുണ്ട് അവിടെ കേട്ടോ. ഞാൻ പറഞ്ഞു, ഈ പയ്യൻ ചോദിക്കുവാണ് എനിക്കൊരു തോക്ക് വേണമെന്ന് പറയുമ്പോൾ അമ്മ ഒരു ബെസ്റ്റ് ടോയ് തോക്ക് മേടിച്ചു കൊടുക്കും. അപ്പം പയ്യൻ പറയാണ്, ഈ തോക്ക് എനിക്ക് വേണ്ട, എനിക്ക് ഒറിജിനൽ AK-47 വേണം. ഇന്നലെ അമ്മമാർ അവിടെ വെടിവെച്ച് ഞാൻ TV കണ്ടു, എനിക്കത് വേണമെന്ന് കരഞ്ഞാൽ കൊടുക്കുകയല്ലോ എന്ന് പറഞ്ഞു. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു, ആ പയ്യൻ അങ്ങനെ തന്നെ അതിന്റെ തലേദിവസം അങ്ങനെ തന്നെ ആ പയ്യൻ പറഞ്ഞു അവിടെ അമ്മയോട് വഴക്കുണ്ടാക്കി, അവൻ ഒറിജിനൽ തോക്ക് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ശുശ്രൂഷിക്കുന്നതിന്റെ ഓരോ പോയിന്റുകൾ ദൈവം നമ്മളെ കാണിച്ചു തരുവാണ്. ദൈവത്തിന്റെ ആ ഒരു കണക്ഷൻസ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വ്യാപരിക്കുന്നത് വെളിപ്പെട്ട് വരുന്നു. അപ്പോൾ ഈ ആദ്യ ഫലം നമുക്ക് ഈ വചനത്തിന്റെ തുറവി, വചനത്തിന്റെ റെവലേഷൻ, ആ ജീവൻ നമ്മൾ ആ അതിലൂടെ അങ്ങ് കടന്നു പോവാണ്. നമ്മളിലൂടെ ഇതങ്ങ് കടന്നു പോകുമ്പോൾ ആ കേൾവിക്കാരനും നമുക്ക് ഒരുപോലെ ദൈവം ഇടപെടുന്ന കിട്ടുന്നു. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റെന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. കാരണം അതിലൊന്നും ജീവനില്ല. ഈ സത്യമായിട്ട് ഈ വചനം പറയുക എന്നുള്ളതും അത് പ്രസംഗിക്കപ്പെടുക എന്നുള്ളതുമാണ് ഏറ്റവും കഷ്ടമുള്ളത്. ഈ സത്യവചനം നമ്മൾ പ്രസംഗിക്കാനായിട്ട് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കയറിയിട്ട് നമ്മൾ മീറ്റിങ്ങിന് ഇത് വചനത്തിൽ തുടങ്ങുന്ന നേരത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് നമുക്ക് എതിരെ വീക്കായിരിക്കുന്നവർ, അവരുടെ കുഴപ്പമല്ലതാ, ഈ വീക്കായിരിക്കുന്ന ദുർബല കഥാപാത്രങ്ങളെ ആ സമയത്ത് ഇവൻ പോയിട്ട് ഇളക്കി വിട്ടിട്ട് കജാന്ന് ഫോൺ വരുന്ന നമുക്ക് നമ്മുടെ ആ ഒരു ഏകാഗ്രതയുണ്ട്. നമ്മൾ വചനം പറഞ്ഞാൽ നമുക്കൊരു ഏകാഗ്രത ദൈവമായിട്ടുണ്ട്. അതിനെ ഡിസ്റ്റർബ് ചെയ്യാന്നുള്ള ഇന്റൻഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നല്ലത്, സത്യമായത്, ശുദ്ധമായത് അതിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഡിസ്ട്രിബ്യൂഷനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ അടിസ്ഥാനപരമായിട്ട് പറയാൻ ഈ ശുശ്രൂഷയിൽ ഈ പറഞ്ഞ പോലെ മേലും മുകളിൽ താഴോട്ട് നമ്മൾ നോക്കി വരുമ്പോഴെല്ലാം അതിനകത്ത് ശുശ്രൂഷിക്കുന്നവർക്കുള്ള വലിയൊരു ഉത്തരവാദിത്വം, ഈ മായമില്ലാത്തത്, ശുദ്ധമായത്, കലർപ്പില്ലാത്തത് കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അവിടെയാണ്, അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ എന്താണ് ഇപ്പം നമ്മളെ അതിർത്തിയിലുള്ള ഒരു ജവാനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ജവാൻ അവിടെ ആ തോക്കൊക്കെ താഴെ വെച്ചിട്ട് മറ്റേ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങുമോ മയങ്ങുമോ, അല്ലെങ്കിൽ അപ്പുറത്ത് അവൻ വേറെ രണ്ടു മൂന്ന് കപ്പ ഇട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഉടനെ തോക്ക് താഴെ വെച്ചിട്ട് അവന്റെ ഡ്യൂട്ടി ടൈമിൽ പോയി അപ്പുറത്ത് രണ്ട് കപ്പയൊക്കെ കുഴിച്ചിട്ടിട്ട്, മലയാളികൾക്ക് കപ്പയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതല്ല പറയുന്നത്. അവനൊരിക്കലും അവൻ ആ ജീവനകാര്യങ്ങളിൽ വ്യാപരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവും ആ ക്രിസ്തുവിന്റെ ദൈവവചനത്തിന്റെ ശുശ്രൂഷയുമാണ് പരമേൽപ്പിച്ചിരിക്കുന്നെങ്കിൽ, അത് ബിബിൻ ബ്രദർ പറഞ്ഞ പോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്താൽ മതി. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് പ്രസംഗിക്കപ്പെടുമ്പോൾ കൃത്യമായിട്ട് അത് വ്യാപരിക്കും. അത് ദൈവത്തിന്റെ ഉദ്ദേശമാണ് നിറവേറുന്നത്, നമ്മുടെ ഉദ്ദേശമല്ല. ഇതിലൊക്കെ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഇതിനകത്തുണ്ട്, വളരെയധികം ശ്രദ്ധ ഇതിനകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കർത്താവ് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവൻ നിവർത്തിച്ചെടുക്കുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് സബ്മിഷൻ മതി. എന്താണ്, ദൈവമേ ഇതാ ഞങ്ങളിവിടെ ഉണ്ട്, അവിടുന്ന് ഉപയോഗിച്ചോളൂ, അവിടുന്ന് അയക്കുന്നിടത്ത് പോകാനുള്ള കൃപ തരിക. അല്ലാതെ ഇപ്പം നമ്മൾ നാളെ എവിടെയെങ്കിലും പോയി ഒരു വചനം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം അയക്കണം, ദൈവം ഒരുക്കി തരണം. ദൈവത്തിന്റെ പ്രസാദപ്രകാരം ചെയ്യുമ്പോൾ അതിനെല്ലാം ജീവനുണ്ടാവും. അതാണ് നമ്മൾ എപ്പോഴും ആ ഒരു സബ്മിഷൻ. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ?
ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് വീണ്ടും ഇതേ സമയം കൂടി വരാം. സ്തോത്രം. നന്ദി ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്നത്തെ സമയത്താണ് അങ്ങേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം കർത്താവെ. സംസാരിക്കുവാനും കേൾക്കുവാനൊക്കെ ഞങ്ങളെ സഹായിച്ചുല്ലോ കർത്താവെ. ഞങ്ങൾ കർത്താവെ വായിച്ചതുപോലെ ക്രിസ്തുയേശുവിൻ കൃപയാൽ ശക്തിപ്പെട്ടാൽ ആ ശക്തിക്ക് അനുസാരമായ പ്രവൃത്തികൾക്ക് കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ ഉത്തരവാദിത്വമുള്ളവരെയാണ് തിരിച്ചറിയുന്ന കർത്താവെ. കർത്താവെ, ദൈവകൃപ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെ വെറുതെ ഇരുത്തുന്നില്ലല്ലോ. ഒരു ഭടനെ പോലെ ഹല്ലേലൂയ ജീവനകാര്യങ്ങളിൽ ഇടപെടാതെ ഒരു ഭടനെ പോലെ ഹല്ലേലൂയ ഫലം പ്രതീക്ഷിക്കുന്ന ഒരു കൃഷിക്കാരനെ പോലെ ഹല്ലേലൂയ സ്തോത്രം. ബന്ധനസ്ഥനായാലും ദൈവവചനത്തിൽ ബന്ധനമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി എന്തിനും തുനിയുന്ന ഹല്ലേലൂയ ഒരു വ്യക്തിയെ പോലെ കർത്താവെ ആക്കുവാൻ ഈ ദൈവകൃപയ്ക്ക് കഴിയുമല്ലോ. ആ ദൈവകൃപയിൽ ശക്തിപ്പെടുവാൻ പൗലോസ് തിമോഥെയോസിനെ ഉദ്ബോധിപ്പിച്ച പോലെ ഞങ്ങളെ സഹായിക്കണേ പ്രാർത്ഥന. ശക്തി ഈ മൺകൂടാരങ്ങളാൽ തന്നേക്കുന്ന കർത്താവെ. അതുകൊണ്ട് കർത്താവ് ഈ മൺകൂടാരത്തിന് തിരിച്ചെടുക്കാൻ കഴിയാത്തത് ഞങ്ങളിൽ പകരപ്പെട്ട ശക്തിക്ക് കഴിയുമല്ലോ കർത്താവ്. ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷയിലും കർത്താവെ നടപടിയായി നിവർത്തിക്കത്തക്കവണ്ണം കർത്താവിന് ഡയറക്റ്റ് വരുന്ന പ്രോസിക്യൂഷനെയോ ഹല്ലേലൂയ ഞങ്ങൾ കർത്താവെ ട്രാപ്പ് വഴി വരുന്ന പ്രോസിക്യൂഷനെയോ ഒക്കെ തിരിച്ചറിയാനുള്ള വിവേചനം തന്നുകൊണ്ട് കർത്താവിനൊക്കെ ജയിക്കത്തക്കവണ്ണം വളരെ ശ്രദ്ധയോടുകൂടെ ഞങ്ങൾ ക്രിസ്തുജീവൻ നയിക്കാൻ ആത്മാവിനെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെല്ലാം കേട്ട വചനപ്രകാരം ഞങ്ങൾ കർത്താവെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്നെയും ആത്മാവിലാൻ വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തണമേ പ്രാർത്ഥിച്ചു. സംസാരിച്ച എല്ലാ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കും. കേട്ടവരെ അനുഗ്രഹിക്കണം. സ്തോത്രം. സകലർക്കും ഈ വചനം പ്രയോജനമുള്ളതായി തീരണമേ പ്രാർത്ഥന. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. സ്തോത്രം. ആമേൻ. സ്തോത്രം കർത്താവേ. സ്തോത്രം. സ്തോത്രം.